വിശദമായ വാർത്തയിലേക്ക്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബംഗളൂരുവിൽ നടത്തിയ ചർച്ച സ്ഥിരീകരിച്ച ബിസിനസ്സുകാരൻ വിജേഷ് പിള്ള സംസാരിച്ചത് സ്വർണ്ണക്കടത്ത് വിഷയമല്ലെന്നും സ്വപ്നയുടെ ക്ഷണം സ്വീകരിച്ച വെബ് സീരീസ് ചർച്ചയ്ക്കായാണ് പോയതെന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. CPM-നോടോ MV ഗോവിന്ദനോടോ യൂസഫ് അലിയോടോ ബന്ധമില്ല. സ്വർണ്ണക്കടത്ത് കാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സ്വപ്നയെ വിജേഷ് വെല്ലുവിളിച്ചു. ഫേസ്ബുക്ക് ലൈവിൽ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിലാണ് വിവാദ ബിസിനസ്സുകാരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. സ്വപ്നയുമായി ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയത് OTT നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഹരിയാനയിലോ ജയ്പൂരിലോ വെബ് സീരീസിന്റെ ചിത്രീകരണം നടത്താമെന്നും വെബ് സീരീസിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 30% നൽകാമെന്നുമാണ് സ്വപ്നയോട് പറഞ്ഞത്. ഞാനൊരു എന്റെ ബിസിനസ് മീറ്റിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനാണല്ലോ അവർ വെബ് സീരീസ് ആയിട്ട് സഹകരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ വരുന്നത്. സ്വപ്നയെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. ഇതൊരു തികച്ചൊരു ബിസിനസ് മീറ്റ്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ഞാൻ വീണ്ടും പറയുന്നു, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. CPM-നോടോ MV ഗോവിന്ദനോടോ യൂസഫ് അലിയോടോ ബന്ധമില്ല. രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ബന്ധവുമില്ല. എനിക്ക് ഇവരെക്കുറിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെ ആരെയും ഞാൻ പേഴ്സണലി കണ്ടിട്ടുമില്ല. എനിക്ക് ഇവരുടെ പത്രത്തിലും ടിവിയിലും കാണുന്ന അറിവല്ലാതെ ഒരാളെ പോലും എനിക്കറിയില്ല. സ്വർണ്ണക്കടത്തുകാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വിജേഷിന്റെ വെല്ലുവിളി. ED ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞെന്നും വിജേഷ്. നാളെ നിങ്ങൾ തമ്മിലുള്ള ചിത്രങ്ങളോ CPM നേതാക്കളോടൊപ്പം നിൽക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പുറത്തു വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇതൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ വരുന്നൊരു പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല. സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളും വിജേഷ് പുറത്തുവിട്ടു. മാനനഷ്ടത്തിന് സ്വപ്നയ്ക്കെതിരെ വിജേഷ് DGPക്ക് പരാതി നൽകി. സ്വപ്നയുടെ തുടർ നടപടികൾ വീക്ഷിച്ച ശേഷം കൂടുതൽ രേഖകൾ പുറത്തുവിടുമെന്നും വിജേഷ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. MV ഗോവിന്ദന്റെയും വിജേഷ് പിള്ളയുടെയും നിയമ നടപടികൾ നേരിടാൻ തയ്യാറെന്ന് സ്വപ്ന സുരേഷ്. വെല്ലുവിളി ഏറ്റെടുക്കുന്നെന്നും പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാണെന്നും സ്വപ്ന പറഞ്ഞു. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ആവശ്യമെങ്കിൽ കോടതിക്കും കൈമാറുമെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വിജേഷ് പിള്ള തന്നെ കണ്ടെന്ന് സമ്മതിച്ചെന്നും ഹരിയാനയും രാജസ്ഥാനെയും കുറിച്ചും വിജേഷ് സമ്മതിച്ചിട്ടുണ്ടെന്നും സ്വപ്ന പറയുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ വിജേഷ് പറഞ്ഞത് മറ്റൊരു സന്ദർഭത്തിലാണെന്നും സ്വപ്ന പറയും. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്തെ, സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് നമുക്കറിയാവുന്നതുപോലെ സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും വിജയ് പിള്ള തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, MV ഗോവിന്ദന്റെ ഏജന്റായി വന്നു, 30 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള വിവരം പുറത്തുവിട്ടത്. അതിന് പിന്നാലെ നമുക്ക് വിജയ് പിള്ളയുടെ നേരിട്ടുള്ള അഭിമുഖം ലഭിക്കുകയും അതിൽ സ്വപ്ന സുരേഷിനെ കാണാൻ പോയത് ഒരു OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ചില ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. തന്നെ വന്ന് കണ്ടതിന് തൊട്ടു പിന്നാലെ ബംഗളൂരു പോലീസിലും ഒപ്പം ED ഈ വിവരം താൻ അറിയിച്ചിരുന്നു. വിജയ് പിള്ളയുടെ സംഭാഷണമടക്കം, താനുമായുള്ള സംഭാഷണമടക്കം, ചാറ്റുകളടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറി. കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഇത് കോടതിയിൽ ഹാജരാക്കാനും താൻ തയ്യാറാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഈ നിയമ നടപടികൾ ആര് സ്വീകരിച്ചാലും അത് നേരിടാൻ തയ്യാറാണെന്ന വെല്ലുവിളിയും സ്വപ്ന സുരേഷ് നടത്തുകയുണ്ടായി. ഏത് നിയമ നടപടിയും നേരിടാൻ താൻ തയ്യാറാണ്. MV ഗോവിന്ദൻ മാസ്റ്ററും ഇന്ന് സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ്, തനിക്ക് ഈ ആളെ അറിയില്ല, 1 കോടി രൂപ പോലും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് 30 കോടി കാണുന്നത് എന്നുള്ള പരാമർശത്തോടു കൂടി താൻ സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. അത് ആദ്യമായാണ് ഇത്തരത്തിൽ നിരവധി CPM നേതാക്കൾക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അടക്കം സ്വപ്ന സുരേഷ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു എങ്കിൽ പോലും വളരെ കൃത്യമായി നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വ്യക്തമാക്കിയത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് CPM-ഉം സംസ്ഥാന സെക്രട്ടറിയും അടക്കം തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്വപ്ന സുരേഷിന്റെ വെല്ലുവിളി. താൻ ഏത് നിയമ നടപടിയും നേരിടാൻ തയ്യാറാണ്. ഈ കോടതിയിലടക്കം ഈ തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സംഭവത്തിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നും ആരെങ്കിലും അയച്ചതാണ് എന്നറിയേണ്ട ബാധ്യത അത് അന്വേഷണ ഏജൻസിയാണ് എന്ന നിഗമനത്തിൽ എത്തേണ്ടത് അന്വേഷണ ഏജൻസിയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം ആരോപണങ്ങളുടെ തെളിവുകൾ വെളിപ്പെടുത്താൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്നും MV ഗോവിന്ദൻ മാസ്റ്ററോട് പറയുന്നുണ്ട് സ്വപ്ന സുരേഷ്. ഇത് ഈ സംഭവം നടന്ന ഉടൻ പോലീസിനെയും ED-യെയും വിളിച്ച് കൃത്യമായ തെളിവുകൾ നൽകിയിരുന്നു എന്നും പറയുന്നു. ഒപ്പം വിജേഷ് പിള്ള തന്നെ കണ്ടു എന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഒരു പോരാട്ടത്തിന് ഇനിയും തെളിവുകൾ നിരത്താൻ തയ്യാറെടുത്ത് തന്നെയാണ് സ്വപ്ന ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി രഞ്ജിത്ത്.
സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ഇഡി ഒരുക്കിയ തിരക്കഥയെന്ന വിലയിരുത്തലുമായി സിപിഎം. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം എത്തിക്കുന്നതിന്റെ കളമൊരുക്കലാണെന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട്. ആരോപണങ്ങൾ തള്ളിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ അറിയേയില്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. എവിടെ ഇവർക്ക് ഈ പിള്ളയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സുധാകരൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേസ് കൊടുക്കാൻ? 1000 പ്രാവശ്യം ധൈര്യമുണ്ട്, കേസും കൊടുക്കും. നിയമപരമായ എല്ലാ രീതിയിലും കൈകാര്യം. ആരോപണങ്ങൾ തള്ളുമ്പോഴും സ്വപ്ന സുരേഷിന്റെ നീക്കങ്ങൾ ഗൌരവത്തോടെയാണ് സിപിഎം കാണുന്നത്. എം വി ഗോവിന്ദനെതിരെയാണ് ആരോപണമെങ്കിലും ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് സിപിഎം ഉറപ്പിക്കുന്നു. സ്വപ്നയെക്കൊണ്ട് ആരോപണം ഉന്നയിച്ച ശേഷം അതിന്മേൽ അന്വേഷണം എന്ന തന്ത്രമാണ് ഇഡിയുടേത്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലേക്കും ക്രമേണ മുഖ്യമന്ത്രിയിലേക്കുമാണ് ഇഡിയുടെ നീക്കമെന്ന ആശങ്കയും സിപിഎം കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് ജാഗ്രതയോടെയാണ് പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള ഉന്നത നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയരുമ്പോഴും എന്തുകൊണ്ട് നിയമ നടപടിക്ക് സിപിഎം തയ്യാറാകുന്നില്ല എന്ന ചോദ്യവും പാർട്ടിയെ അസ്വസ്ഥമാക്കുന്നു. 30 കോടി ഞാൻ 1 കോടിനെ കണ്ടില്ല. അതിനുവേണ്ടി 30 കോടി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. തിരക്കഥ തയ്യാറാക്കുമ്പോൾ നല്ല ഗൗരവമുള്ള തിരക്കഥ തയ്യാറാക്കണം. ഇങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടാക്കി. നേരത്തെ ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനെതിരെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങളുടെ വസ്തുതയും ഇനിയും പുറത്തു വന്നിട്ടില്ല. അന്ന് സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകുന്നതിന് പകരം ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണത്തിനാണ് സർക്കാർ തയ്യാറായത്. ആ അന്വേഷണമാകട്ടെ പാതി വഴിയിൽ നിലച്ചു. 1ാം പിണറായി സർക്കാരിലെ 2 മന്ത്രിമാർക്കും സ്പീക്കർക്കുമെതിരെ സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങളിലും ഒരു നടപടിയും സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയതും സർക്കാരിനെയും സിപിഎമ്മിനെയും പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിലൂടെ ആരാണ് വിജേഷ് പിള്ള എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായി ഉയർന്നു. കണ്ണൂർ സ്വദേശിയെങ്കിലും വർഷങ്ങളായി കൊച്ചിയിലാണ് വിജേഷിന്റെ താമസം. തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും പ്രചരിക്കും പോലെ ആഡംബര ജീവിതമല്ല തന്റേതെന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു വ്യക്തി വിജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണൂരിലുള്ളതാണ്. ബാംഗ്ലൂർ വരണം, എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം വിളിച്ചു. എന്റെ പേര് വിജേഷ് പിള്ള. ഈ പറയുന്ന വിജയൻ പിള്ളയല്ല, വിജയ് പിള്ളയല്ല, വിജേഷ് പിള്ള. കണ്ണൂരിൽ ബക്കളത്തിനടുത്തുള്ള കടമ്പേരിയിലാണ് വിജേഷ് പിള്ള എന്ന വിവാദ നായകന്റെ വീട്. നാട്ടിലറിയപ്പെടുന്നത് വിജേഷ് കൊയിലേത്ത് എന്ന പേരിൽ. 10 വർഷം മുമ്പ് മണി ചെയിൻ ബിസിനസ് നടത്തി പിന്നീട് കൊച്ചിയിലേക്ക് മാറി. ഇപ്പോൾ നാട്ടിലെത്തുന്നത് വല്ലപ്പോഴും മാത്രം. നാട്ടിലേ പോകുന്നത് കുറവാണ്. വളരെ 3 മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകാറുണ്ട്. കൊച്ചിയിലാണ് സാധാരണ. കടമ്പേരിയിലെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ്. നാളുകളായി മകന് വീടുമായി വലിയ ബന്ധമില്ലെന്നാണ് ഇവർ പറയുന്നത്. ബംഗളൂരു മല്ലേശ്വരം ബ്രിഗേഡ് ഗേറ്റ് വേ ക്യാമ്പസിലെ വേൾഡ് ട്രേഡ് സെന്ററിലാണ് വിജേഷ് സിഇഒ ആയി പ്രവർത്തിക്കുന്ന ആക്ഷൻ OTT ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് സ്ഥാപനം. കൊച്ചിയിലെ ഓഫീസ് അധികകാലം പ്രവർത്തിച്ചില്ല. അതിന്റെ കണക്ഷൻ ബേസ്ഡാണ് ഓരോ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ IT കമ്പനിയാണ്, അതിനനുസരിച്ചാണ് ഓരോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പ്രചരിക്കും പോലെയുള്ള ആഡംബര ജീവിതമല്ല തന്റേതെന്നാണ് വിജേഷ് പറയുന്നത്. അത്രമാത്രം ശേഷിയൊന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളല്ല. സ്വപ്നനെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. MS സനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ജാമ്യഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചില്ല. കള്ളപ്പണ നിരോധന നിയമത്തിന് കീഴിൽ വരുന്ന കേസ് പരിഗണിക്കാനുള്ള അധികാരം തന്റെ ബെഞ്ചിനില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൌസർ എടപ്പകത്ത് പരിഗണിക്കാൻ വിസമ്മതിച്ചത്. ഈ കേസുകൾ പരിഗണിക്കാൻ അധികാരമുള്ള ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. കൊച്ചിയിലെ ജനങ്ങളെ മാലിന്യപ്പുകയിൽ നിന്ന് എന്ന് രക്ഷിക്കാനാകുമെന്ന് ഉറപ്പു നൽകാനാകാതെ മന്ത്രിമാർ. തീ എപ്പോൾ അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി P രാജീവ്. വീണ്ടും തീ പിടിക്കുന്നതാണ് പ്രശ്നമാകുന്നതെന്ന് മന്ത്രി MB രാജേഷ്. ബ്രഹ്മപുരം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം.
ബ്രഹ്മപുരം പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയുണ്ടാകുന്ന പുക 80% അണയ്ക്കാൻ സാധിച്ചെങ്കിലും എപ്പോൾ പൂർണ്ണമായി അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. 6 അടിയോളം താഴ്ചയിലേക്ക് തീ പടർന്നതിനാലാണ് അണയ്ക്കാൻ കഴിയാത്തത്. 5 മീറ്റർ 6 മീറ്റർ അടിയിലും തീയുണ്ട്. ഇപ്പോൾ താഴേന്നെടുത്ത് ഈ കനൽ പുറത്തേക്കിട്ട് വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലിയറായി കുറെ കഴിയുമ്പോഴായിരിക്കും മീഥേൻ വന്നിട്ട് വരുന്നത്. അപ്പൊ ഇത്ര ദിവസം എന്ന് പറയാൻ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തീ അണച്ചാലും വീണ്ടും തീ പിടിക്കുന്ന സ്ഥിതിയാണ്. എങ്കിലും സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണെന്നും എം പി രാജേഷ്. എന്താണ് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ആക്ഷൻ പ്ലാൻ എന്ന് അവിടെ വിശദീകരിക്കാം. നഗരത്തിൽ പലയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കി തുടങ്ങിയതായി മന്ത്രിമാർ അവകാശപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റാൻ ബദൽ സംവിധാനം കണ്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കൊച്ചി കളക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, മാലിന്യ പ്രശ്നം തന്നെയാണോ അവരുടെ പ്രതിഷേധത്തിന് കാരണം? ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തുടരുന്ന ഒരു സുവി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുവി, ഇവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? അറസ്റ്റ് ചെയ്ത് നീക്കാനായോ? അശ്വതി, ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുന്ന അവലോകന യോഗത്തേക്കാണ് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മേയർ രാജിവെക്കണം. കഴിഞ്ഞ കുറെ നാളുകളായി മാലിന്യ പ്രശ്നമുണ്ടാകുന്നു. പുക ശ്വസിച്ച ആളുകൾ അസുഖബാധിതരാകുന്നു. ഈ അസുഖബാധിതരെ സന്ദർശിക്കാൻ പോലും മേയർ ഇതുവരെയും കൂട്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവലോകന യോഗ സ്ഥലത്തേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസ് ഇവരെ തടഞ്ഞു. സംഘർഷമുണ്ടായി, വാക്കുതർക്കമുണ്ടായി, പിടിവലിയുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. അശ്വതി. ശരി, ബ്രഹ്മപുരം വിഷയത്തിലാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏത് വിഷയത്തിലാണ് പ്രതിഷേധം? ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ബജറ്റിലെ നികുതി വർധനവിനെതിരായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. എന്തായാലും
നിർണായകമായ, അതായത് കെ മുരളീധരൻ MP ആയിരുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെയാണ് ജബി മേത്തർ ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ സമര ഗേറ്റിന് സമീപത്ത് കൂടി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ആ ശ്രമം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ MG റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് അല്പസമയം മുമ്പ് ഈ സമരക്കാരെ ഇവിടുന്ന് നീക്കുന്നതിന് വേണ്ടി ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. നിരവധി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും പ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും സമീപകാലത്ത് ഒന്നും വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിരുന്നതിനാൽ കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് പോലീസ് ഒരുക്കിയിരുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിലും അത്തരത്തിലുള്ള സുരക്ഷ തന്നെയാണ് സജ്ജമാക്കിയിരുന്നത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ സമരഗേറ്റിന് മുമ്പിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് MG റോഡിന് സമീപത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കിയിരിക്കുന്നു. പോലീസുമായിട്ടുള്ള ഉന്തിനും തള്ളിനുമിടയിൽ പരിക്കേറ്റ പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടി ആംബുലൻസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ജബി മേത്തറുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. വീണ്ടും വനിതാ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിന്യസിച്ചിരുന്നത്. 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പോലീസും സജ്ജമായിരുന്നു. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ സമരഗേറ്റിന് മുമ്പിൽ ശക്തമായി പ്രതിഷേധിക്കാൻ ഒരുപക്ഷെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചേക്കാം. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി വീണ്ടും ഒരു തവണ കൂടി ജലപീരങ്കി പ്രയോഗിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് സജ്ജമാക്കിയിരിക്കുന്നു. ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്ന് പ്രതിഷേധിക്കാനുള്ള വനിതാ പ്രവർത്തകരുടെ ശ്രമമാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഗതാഗതം ഉൾപ്പെടെ മാറ്റിവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചേക്കും. പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം അത് വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നവർക്ക് പിന്തുണയുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉണ്ട്. വലിയ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഗതാഗതം മറുവഴിയായിട്ടാണ്, അതായത് MG റോഡിന്റെ ഒരു വശത്തു കൂടി മാത്രമേ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുള്ളൂ. കാരണം സമരക്കാർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്തായാലും അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ ഒരു വഴിയായി മാത്രമാണ് പൊക്കോണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. നിരവധി ഉദ്യോഗസ്ഥരെയാണ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രതിഷേധക്കാരെ നേരിടുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുൻവശത്തും സെക്രട്ടേറിയറ്റിന് ഉള്ളിലുമായി വിന്യസിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്താണ് സമരഗേറ്റിന് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങേറിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കനത്ത സുരക്ഷയുമായി പോലീസ് ഈ പ്രതിഷേധക്കാരെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അശ്വതി, ശരി ഡാൻ. എന്തായാലും സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം, പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും അവിടെ നിന്ന് പിന്തിരിയാതെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി അവിടെ തുടരുകയാണ്. ബാരിക്കേഡിന് മുകളിലേക്കൊക്കെ കയറുന്ന ദൃശ്യങ്ങൾ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്
കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പെരിങ്ങാവിൽ തീപിടുത്തം. ചെമ്പുക്കാവ് പെരിങ്ങാവ് റോഡിന് ചേർന്ന് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ ഗോഡൌണിൽ നിന്നാണ് തീ പടരുന്നത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, തീ ഇപ്പോഴും പടർന്നു പിടിക്കുകയാണോ? അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? ആക്ച്വലി തൃശൂർ ചെമ്പുക്കാവ് പെരിങ്ങാവ് റോഡിലെ ഓസ്കാർ ഈവന്റ് മാനേജ്മെന്റ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. സമീപത്ത് പുല്ലിന് ആരോ തീ ഇട്ടിരുന്നു. ഇത് പടർന്നു പിടിച്ച് ഗോഡൌണിലേക്കും പടരുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ട നടപടികൾ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. പെരിങ്ങാവ് റോഡരികിൽ തന്നെയാണ് ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സും കുന്നംകുളത്ത് നിന്ന് എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും ഏകദേശം 17 പ്രാവശ്യം ഇപ്പോൾ വെള്ളം കൊണ്ടുവന്ന് അടിച്ചിട്ടും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടും തീ അണയ്ക്കാനായിട്ടില്ല. ഇതിനിടയിൽ കുന്നംകുളം ഫയർഫോഴ്സിലെ വിപിൻ എന്ന ഉദ്യോഗസ്ഥൻ പുക അടിച്ചതിനെ തുടർന്ന് കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 2 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന് ഉടമയുടെ പിതാവ് ഷംസുദ്ദീൻ നമ്മളോട് പറഞ്ഞു. സംഭവ സ്ഥലത്തെ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഗോഡൌൺ ആയതുകൊണ്ടും അടച്ചിട്ടിരുന്നതുകൊണ്ടും ആളപായമില്ല എന്നതാണ് സന്തോഷകരമായ മറ്റൊരു കാര്യം. പോലീസ് സംഭവ സ്ഥലത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. റോഡിലും പരിസരത്തും പുക നിറഞ്ഞിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി, തൃശൂർ പെരിങ്ങാവിലാണ് ഇവന്റ് മാനേജ്മെന്റ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. രാജു ഗുരുവായൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ചുട്ടുപൊള്ളുന്നു. കടുത്ത വേനൽ ചൂടിൽ പരീക്ഷ ചൂടും കൂടി എത്തിയതോടെ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. പകൽ 11 മുതൽ 3 മണിവരെ പുറത്തിറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കെയാണ് കൊച്ചുകുട്ടികൾക്ക് നട്ടുച്ചയ്ക്ക് പരീക്ഷ. പരീക്ഷാ സമയം മാറ്റിവെക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കൊടും ചൂടിൽ രാവും പകലും ചുട്ടുപൊള്ളുമ്പോഴാണ് 1-ാം ക്ലാസ് മുതലുള്ള കുരുന്നുകൾക്ക് വാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച SSLC പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾ പോലും ചൂട് സഹിക്കാനാകാതെ വലഞ്ഞു. പരീക്ഷയ്ക്ക് രാവിലെ സ്കൂളിലെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും നട്ടുച്ചയ്ക്ക് മടങ്ങുമ്പോൾ കുട്ടികൾ വാടിത്തളരുന്നു. ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോലും സർക്കാർ നൽകി. അപ്പോഴും 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് 1:30 മുതലാണ് പരീക്ഷ. പരീക്ഷ തീർച്ചയായിട്ടും അതിനനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ പരീക്ഷ കാലാവധി നീട്ടിവെക്കണം, അല്ലെങ്കിൽ ടൈം റീഷെഡ്യൂൾ ചെയ്യണം, സമയം റീഷെഡ്യൂൾ ചെയ്യണം. മാതാപിതാക്കൾക്കും എല്ലാവർക്കും കാര്യം മനസ്സിലാകുമല്ലോ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനാണ്, സെക്കൻഡ് പ്രയോറിറ്റിയാണ് ടൈമിംഗ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം പോയി കുഞ്ഞുങ്ങൾ തളർന്നു പോയാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടുപോകുന്ന ആളുകൾ തളർന്നു പോയാൽ തുടർ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പരീക്ഷ കഴിഞ്ഞ് അസുഖം വന്നാലും അത് പിന്നെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ടൈം റീഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുക. രാത്രിയും പകലും ഒരുപോലെ ചൂട്. ഇത് കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്രമവും അനിവാര്യമാണെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. അന്തരീക്ഷത്തിലെ ചൂടും പടർന്നു പിടിക്കുന്ന പനിയും പഠനഭാരവും കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്ത് 37 ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തിയിരുന്നു. പകൽ 11 മുതൽ 3 മണിവരെ പുറത്തിറങ്ങരുത് എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് 6 വയസ്സ് മുതലുള്ള സ്കൂൾ കുട്ടികൾക്ക് പരീക്ഷാകാലം ആരംഭിക്കുന്നത്. പരീക്ഷകൾ നട്ടുച്ചയ്ക്ക് ആരംഭിക്കുമ്പോൾ മാതാപിതാക്കൾ ആശങ്കയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരീക്ഷയുടെ സമയം മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ഇപ്പോഴുള്ള ടൈം ടേബിൾ അനുസരിച്ച് പരീക്ഷ നടത്തണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ചൂട്. പക്ഷേ ജൂൺ മാസം 1-ാം തീയതി നമുക്ക് സ്കൂൾ തുറക്കണം, SSLC റിസൾട്ട് പ്രഖ്യാപിക്കണം.
വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഈ ഷോർട്ട് ടൈമിനുണ്ട്. അപ്പോൾ ഈ ടീച്ചർമാർ തന്നെയാണ് ഇതിനുമൊക്കെ തന്നെ എൻഗേജ്ഡ് ആവേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കൊരു നിർബന്ധവുമില്ല ഈ കുട്ടികളെ ഈ ചൂട് സമയത്ത് പരീക്ഷ എഴുതിക്കണമെന്ന്. നമുക്കിതിനെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് എന്താ ഒരു ക്രമീകരണം വരുത്താൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊരു നിർബന്ധവും ഒരു പിടിവാശിയും ഇല്ല. ഇന്ന ഈ പറഞ്ഞ സമയത്ത് തന്നെ നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമായി. 4,25,361 വിദ്യാർത്ഥികൾ ഒന്നാം വർഷ പരീക്ഷയും 4,42,067 വിദ്യാർത്ഥികൾ രണ്ടാം വർഷ പരീക്ഷയും എഴുതും. ആകെ 2023 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. മാർച്ച് 30-നാണ് പരീക്ഷ അവസാനിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷത്തിൽ 28,820 രണ്ടാം വർഷത്തിൽ 30,740 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് പകൽ താപനില ഉയരും. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ജില്ലകളിൽ സാധാരണയിൽ നിന്നും കൂടുതൽ താപനില രേഖപ്പെടുത്തിയേക്കും. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉയർന്ന താപനില 37.6 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞിരുന്നു. കോട്ടയത്ത് 37.5, കൊച്ചിയിൽ 36.9 ആയിരുന്നു ഉയർന്ന താപനില. ഇന്ന് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. കേരള തീരത്ത് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കായിക വാർത്തകൾ. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് പിന്നിട്ടു. കന്നി ടെസ്റ്റ് സെഞ്ചുറി നേടിയ കാമറൂൺ ഗ്രീൻ 114 റൺസ് എടുത്ത് മടങ്ങി. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, എങ്ങനെ പുരോഗമിക്കുന്നു കളി? അശ്വതി, അഹമ്മദാബാദിൽ ഓസ്ട്രേലിയയുടെ ഒരു മികച്ച ദിവസമായി തന്നെ ഇന്നത്തെയും കാണണം. പ്രത്യേകിച്ചും കാമറൂൺ ഗ്രീൻ തന്റെ കരിയറിലെ ആദ്യ സെഞ്ചുറി നേട്ടം സ്വന്തമാക്കി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഇനി കാമറൂൺ ഗ്രീനെ 114 റൺസ് എടുത്തു നിൽക്കെ അശ്വിനാണ് പുറത്താക്കുന്നത്. അശ്വിൻ കാമറൂൺ ഗ്രീനെ പുറത്താക്കിയതിന് പിന്നാലെ ഒരു വാലറ്റത്തിലേക്ക് പടർന്നു കയറുകയാണ് ഇപ്പോൾ അശ്വിൻ. കാരണം അശ്വിന്റെ വിക്കറ്റ് നേട്ടം ഇപ്പോൾ 4 ആയിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് ഏറ്റവും ഒടുവിൽ പുറത്തായി 6 റൺസ് എടുത്ത്. അലക്സ് കേറി വന്ന വഴി തന്നെ മടങ്ങി, റണ്ണൊന്നും എടുക്കാതെ. അങ്ങനെ 387 ഓസ്ട്രേലിയ എത്തുമ്പോൾ നല്ലൊരു ടോട്ടലിലേക്കാണ് അവർ പോകുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇനി കാമറൂൺ ഗ്രീനും ഒപ്പം ഉസ്മാൻ ഖവാജിയും ഇരുവരും ചേർന്ന് 208 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഈ 5ാം വിക്കറ്റിൽ ചേർത്തത്. അതാണ് ഈ ഓസ്ട്രേലിയൻ ടീമിന് ഇത്ര നല്ലൊരു സ്കോർ നൽകിയത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. ഈ കാമറൂൺ ഗ്രീൻ പുറത്തായെങ്കിൽ പോലും ഉസ്മാൻ ഖവാജ 169 റൺസുമായി ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ്. ഒരറ്റത്ത് ഉസ്മാൻ ഖവാജ നിലനിൽക്കുമ്പോൾ മറുവശത്ത് മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. എന്താണെങ്കിലും ഇന്നത്തെ മത്സരം ഏതാണ്ട് അടുത്തൊരു സെഷനോടുകൂടി തന്നെ ഓസ്ട്രേലിയൻ ടീമിന്റെ അടുത്ത 3 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ന് തന്നെ പരമാവധി സ്കോർ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ ബാറ്റിംഗിനായി കാത്തിരിക്കുകയാണ് അഹമ്മദാബാദിലെ ആരാധകർ. ശരി, എൽദോ പോൾ പുതുശ്ശേരി സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ക്രൈസ്റ്റ് ചർച്ച് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലാൻഡ് പതറുന്നു. രണ്ടാം ദിവസത്തെ കളി അവസാനിപ്പിച്ചപ്പോൾ 5 വിക്കറ്റിന് 162 റൺസ് എന്ന നിലയിലാണ് കിവീസ്. 40 റൺസുമായി ഡാരൽ മിച്ചലും 9 റൺസ് എടുത്ത മൈക്കൽ ബ്രേസ്വെല്ലുമാണ് ക്രീസിൽ. ടോം ലാഥം 67 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് വേണ്ടി അസിത ഫെർണാണ്ടോയും ലഹിരു കുമാരയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 355 റൺസാണ് ഒന്നാം ഇന്നിംഗ്സിൽ ലങ്ക നേടിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ലക്ഷ്യമിടുന്ന ശ്രീലങ്കയ്ക്ക് പരമ്പരയിലെ 2 മത്സരങ്ങളും ജയിക്കണം. സഭാ തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച ഓർത്തഡോക്സ് സഭ ഞായറാഴ്ച പള്ളികളിൽ പ്രതിഷേധം നടത്തുന്നതിന് പിന്നാലെ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെത്രാപ്പൊലീത്തമാർ ഉപവാസം ഇരിക്കും. സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നാണ് സഭയുടെ നിലപാട്. കോട്ടയം ദേവലോകം അരമനയിൽ അടിയന്തര സുന്നഹദോസ് യോഗം ചേർന്നാണ് ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി വിധി അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് സഭ പറയുന്നു. എന്നാൽ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. സർക്കാർ നടത്തിയതായ ചർച്ചകൾ പോലും മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി ആ ചർച്ചകളെ സർക്കാർ ഉപയോഗിച്ചിരുന്നോ എന്ന് ഞങ്ങൾ സംശയത്തോടെ കാണുന്നു. ഇതിൽ തീർച്ചയായും ഒരു പുനഃപരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാകുമെന്നാണ് ഓർത്തഡോക്സ് സഭ പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കെതിരായ നിയമനിർമ്മാണങ്ങൾ നേരത്തെയും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. വിവാദങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമായാണ്
പുതിയ നീക്കത്തെ സഭ സംശയിക്കുന്നത്. അങ്ങനെ സംശയിച്ചാലും തെറ്റു പറയാനൊക്കില്ല. കാര്യം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു പിടിച്ചാൽ ഒരു തന്ത്രമായിരുന്നു എന്ന് നമുക്കറിയില്ല. പള്ളികളിൽ യാക്കോബായ വിഭാഗത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ല എന്ന വാദമാണ് ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നത്. നിയമനിർമ്മാണ നീക്കത്തിൽ നിന്ന് പിന്തിരിയാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ വീണ്ടും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വൈദികം റിസോർട്ട് വിഷയത്തിൽ പാർട്ടി അന്വേഷണം ഇല്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി അന്വേഷണത്തിന്റെ സാഹചര്യമില്ല. EP ജയരാജന് ഷെയറില്ല. ബന്ധുക്കൾക്കാണ് റിസോർട്ടിലെ ഷെയർ. അക്കാര്യം അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയ പ്രതിരോധ ജാഥയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. ജാഥയ്ക്ക് വേണ്ടി പാലാ നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ 3/4 ഭാഗത്തോളം കെട്ടിയടച്ചതിനെതിരെയായിരുന്നു ഹർജി. അനുമതിയോടെയാണ് ബസ് സ്റ്റാൻഡിൽ പന്തൽ ഇട്ടതെന്ന നഗരസഭയുടെ വാദം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസുമാരായ K വിനോദ് ചന്ദ്രൻ, C ജയചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. അഭിഭാഷകനായ ചന്ദ്രചൂഡനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.S. സലാം. മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ശക്തി ക്ഷയിച്ചെന്നും പിറകോട്ട് പോയത് എങ്ങനെയെന്ന് പ്ലാറ്റിനം ജൂബിലി സമ്മേളനം ചർച്ച ചെയ്യണമെന്നും PM.S. സലാം ചെന്നൈയിൽ പറഞ്ഞു. മാറാൻ അണികൾ തയ്യാർ എന്നാൽ നേതാക്കൾ അതിന് വഴിയൊരുക്കണം. യോഗങ്ങളിൽ സ്ഥിരമായി കാണുന്ന മുഖങ്ങൾ മാറണമെന്നും PM.S. സലാം പറഞ്ഞു. നമ്മളെപ്പോ യോഗം വിളിക്കാനും സ്ഥിരമായി കാണുന്ന കുറെ പേരുകളും കുറെ മുഖങ്ങളും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് വളരണം. എന്നാലേ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കേരള സംസ്ഥാനം അതിന് നേതൃത്വം നൽകാൻ തയ്യാറാണ്. ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലും നമുക്ക് അതിന് പറ്റിയ നേതാക്കന്മാരുണ്ട്. നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾക്ക് അതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിലെ മതേതര സംവിധാനത്തിനും ജനാധിപത്യത്തിനും വികസനത്തിനും ഒക്കെ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. മുസ്ലിം പിന്തുടർച്ചാവകാശ വിവാദത്തിൽ പള്ളികളിൽ പ്രചാരണവുമായി KNM. മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങൾ മാറ്റാനാകില്ലെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞു. ഷുക്കൂർ വക്കീലിനെതിരായ ഫത്വയിൽ തെറ്റില്ല. പ്രതിരോധം എന്ന് ഉദ്ദേശിക്കുന്നത് ആശയപരമാണ്. ഇന്ന് പള്ളികളിൽ നടത്തുന്നതും പ്രതിരോധമാണെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. എന്താണ് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം പള്ളിയിലൊരു പ്രചാരണത്തിന് ഒരുങ്ങുന്നതിന് കാരണം? പള്ളിയിൽ തന്നെയാണ് നമ്മൾ ഇസ്ലാമിക വിഷയങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് പറയും, വെള്ളിയാഴ്ച പ്രത്യേകം പറയും. അപ്പോൾ ഇപ്പോൾ ഇത് ലൈവായി നിൽക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം അനന്തരാവകാശ നിയമം, പിന്തുടർച്ചാ നിയമം. അത് സ്ത്രീവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ പ്രചരണം. അപ്പോൾ എന്താണ് ഇസ്ലാമിൻ്റെ പിന്തുടർച്ചാ നിയമം എന്നത് ഖുർആനിൽ ഉണ്ടത്, നബി തിരുമേനയുടെ ഉപദേശത്തിലുമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതിലൊരു സ്ത്രീവിരുദ്ധത ഇല്ലേ ഷുക്കൂർ വക്കീലൊക്കെ പറയുന്നത് പോലെ? ഇല്ല. കാരണം സ്ത്രീവിരുദ്ധത ഉണ്ടെങ്കിൽ ഈ സ്വത്ത് ഓഹരി വെക്കുമ്പോഴേ ഒരുപാട് ആളുകൾക്ക് കിട്ടും. വിവിധ സന്ദർഭങ്ങളിലായി മാതാപിതാക്കൾക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും, സഹോദരങ്ങൾക്ക് കിട്ടും, ഭാര്യയ്ക്ക് കിട്ടും, ഭർത്താവിന് കിട്ടും. ഇതിൽ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളേറെ കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യമായി കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. പുരുഷന് സ്ത്രീയേക്കാൾ അധികം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. സിവിൽ കോഡിലേക്കുള്ള വഴിയൊരുക്കലാണ് ഇത് എന്നുള്ള ഈ ചർച്ച എന്നുള്ളൊരു അത് അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനെ ആദ്യം സ്വാഗതം ചെയ്തത് ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. പക്ഷെ തുല്യനീതി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. തുല്യനീതി എന്നല്ല, ആവശ്യമാണ് പ്രധാനം. അപ്പൊ ഇസ്ലാം കാണുന്നത് ഒരാളും അയാളെ മക്കളും എന്ന ഒരു സങ്കുചിതത്തിലല്ല. ഒരാള്, അയാളെ മാതാപിതാക്കള്, അയാളെ മക്കള്, അയാളെ ജ്യേഷ്ഠന്, അയാളെ അഞ്ചൻ ഒക്കെ ഉള്ള ഒരു സങ്കല്പമാണ്. മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റം വരുത്തുക സാധ്യമല്ല എന്നാണ് ഹുസൈൻ മടവൂർ പറയുന്നത്. ഇന്ന് പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണമുണ്ട്. തുടർ പ്രചാരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. KSRTCക്കെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് മന്ത്രി ആന്റണി രാജു. KSRTCയിൽ ഇതുവരെയും ശമ്പള കുടിശ്ശിക ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി മനഃപൂർവ്വം ആരും ഉണ്ടാക്കിയതല്ല. ഈ മാസത്തെ ശമ്പളത്തിൽ പകുതി 5-ാം തീയതി നൽകി. ധനവകുപ്പിൽ നിന്ന് പണം ലഭിച്ചാൽ ബാക്കി കൂടി നൽകും. സമരം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. ഇനിയും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. പ്രതിസന്ധി ഘട്ടം ഘട്ടമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ അങ്ങനെ ശമ്പള കുടിശ്ശിക KSRTCയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു തെറ്റായ പ്രചരണം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. KSRTCയിൽ എത്രയോ കാലമായി ശമ്പളം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് ശരിയല്ല. ശമ്പളം കുടിശ്ശികയില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC.
അതെല്ലാവരും മനസ്സിലാക്കണം. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിൽ തെറ്റായ ധാരണയുണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. ശമ്പളം ഒരു മാസത്തെയും ശമ്പളം മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് KSRTCയുടെ ഈ അടുത്ത കാലത്തെ പ്രത്യേകത. ആലപ്പുഴയിൽ കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ വനിതാ കൃഷി ഓഫീസറെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. തിരുവനന്തപുരം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കോടതി നിർദ്ദേശാനുസരണം ജിഷമോളെ മാറ്റിയത്. അതേസമയം ജിഷയോടൊപ്പം കള്ളനോട്ട് സംഘത്തിൽ ഉൾപ്പെട്ട 3 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു. റിമാൻഡ് ചെയ്ത് മാവേലിക്കര ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ജിഷയെ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ജിഷ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചത്. ഏതാനും ദിവസം മാനസികാരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കും. ഇതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായാണ് ജിഷ മറുപടി നൽകുന്നത്. കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ച് ജിഷയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ വ്യക്തമായ സൂചന ലഭിച്ചില്ല. ചോദ്യം ചെയ്യൽ പലരുടെയും പേര് ജിഷ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇതെല്ലാം വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിന്ന് ഒരാൾക്കും ആലപ്പുഴ സ്വദേശികളായ 2 പേർക്കും ജിഷയുമായി കള്ളനോട്ട് ഇടപാടുകളിൽ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഒളിവിലാണ്. ഓൺലൈൻ വഴി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മണി ചെയിൻ ബിസിനസ്സിലൂടെ ജിഷയ്ക്ക് ധാരാളം പണം നഷ്ടപ്പെട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു. ഇതുവഴി തന്നെയാണ് ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയതെന്നുമാണ് നിഗമനം. സർക്കാർ ഉദ്യോഗസ്ഥയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിഗൂഢതകൾ ഏറുകയാണ്. പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്ന സംശയമാണ് ഉയരുന്നത്. അഭിഭാഷകരുടെ നിർദ്ദേശാനുസരണമാണോ ജിഷ മാനസിക അസ്വസ്ഥം പ്രകടിപ്പിക്കുന്നതെന്ന ശക്തമായ സംശയം പോലീസിനുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയാത്തത് തുടരന്വേഷണത്തെ ബാധിക്കുന്നുമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ വൈകിയതിനെ തുടർന്ന് ഡോക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതി. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കുഞ്ഞു മരിച്ചതെന്ന് കോഴിക്കോട് നരിക്കുനി സ്വദേശി ഹാജറ നജ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രസവവേദന അനുഭവപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയതെന്ന് ഹാജറ നജ പറഞ്ഞു. 6 മണി വരെ അവർ ഞങ്ങളെ മെയിൻ ഡോക്ടർ വന്നിട്ടില്ല. മെയിൻ ഡോക്ടർ വന്നിട്ടില്ലെങ്കിലും ജൂനിയർ ഡോക്ടേഴ്സിന് വാട്ടർ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട എന്തെങ്കിലും നടപടികൾ ചെയ്യുക. അവർ ഒരു സീരിയസ് ആയി എടുത്തിട്ടില്ല. എൻ്റെ ഉമ്മയും ഉത്താത്തയും കുറേ പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എവിടെ, ഡോക്ടർ എന്താ വരാത്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അവർ വലിയൊരു മൈൻഡ് ചെയ്യണില്ല. അനസ്തേഷ്യ നൽകി മയക്കമാകും മുമ്പ് ശസ്ത്രക്രിയ തുടങ്ങി. കടുത്ത വേദന അനുഭവിക്കേണ്ടി വന്നു. വയറൊക്കെ കേകി മരുന്ന് തന്ന് അങ്ങനെ 90% ഞാൻ പ്രസവവേദന അനുഭവിച്ച് അത്രയും ഞാൻ വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ പറയുന്നത് മിടിപ്പ് കുറവാണ്, പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ ഒരു മെഷീൻ വെക്കും. അത് അവരവിടെ വെച്ചിട്ടില്ല. അത്രയും സമയമായിട്ടും എൻ്റെ വയറിൽ വെച്ചില്ല. ആശുപത്രി അധികൃതരിൽ നിന്ന് ക്രൂരമായ അനുഭവമാണ് തനിക്കുണ്ടായത്. ആശുപത്രി അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴി രേഖപ്പെടുത്തുകയോ തുടരന്വേഷണം നടത്തുകയോ ഉണ്ടായില്ലെന്നും ഹാജറ പറഞ്ഞു. ഹാജറയ്ക്ക് ചികിത്സ വൈകിയതിൽ പ്രതിഷേധിച്ച് മാർച്ച് 4-ന് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് PK അശോകനെ യുവതിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചിരുന്നു. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ഫ്ളാറ്റിൽ നിന്ന് വീണ് ഡോക്ടർ മരിച്ചു. മാഹി സ്വദേശി ഷദ റഹ്മാനാണ് മരിച്ചത്. വെള്ളയലിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് വീണ് മരിച്ചത്. കൊല്ലം അരിനല്ലൂരിൽ അമ്മയും മകനും വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. 65 വയസ്സുള്ള ലില്ലി, മകൻ സോണി വർഗീസ് എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. വീടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽവാസികളാണ് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചത്. ഗേറ്റ് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മഞ്ചേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 10 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പട്ടർക്കുളം അൽഹുദ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് നഷ്ടപ്പെട്ട മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് ബസ് മറിഞ്ഞത്.
കന്യാകുമാരി ജില്ലയിൽ വൈദ്യുതി പോസ്റ്റിൽ യുവതിയെ കെട്ടിയിട്ട് മർദ്ദിച്ചു. മാർത്താണ്ഡത്ത് മസാജ് സെന്ററിൽ നടത്തിവരികയായിരുന്ന യുവതിയാണ് ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് മർദ്ദിച്ചത്. തുടർച്ചയായി അശ്ലീലം പറഞ്ഞതിൽ പ്രകോപിതയായ യുവതി ഇവർക്ക് നേരെ മുളകുപൊടി വിതറുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇതിന് പിന്നാലെയാണ് യുവതിയെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. 1.5 മണിക്കൂറിന് ശേഷം അരുമന പോലീസ് സംഭവസ്ഥലത്തെത്തി യുവതിയെ രക്ഷിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 ഓട്ടോ ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. പോലീസിനെതിരെ ആരോപണവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായി മരിച്ച വിശ്വനാഥന്റെ സഹോദരൻ വിനോദ്. സഹായിക്കാൻ എത്തുന്നവരെയും നാട്ടുകാരെയും കൽപ്പറ്റ പോലീസ് ഭയപ്പെടുത്തുകയാണ്. താൻ മാവോയിസ്റ്റാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. കേസ് അന്വേഷണവുമായി ബന്ധമില്ലാത്ത കൽപ്പറ്റ പോലീസ് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും വിനോദ് ചോദിച്ചു. ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു ഇത് ഓൾറെഡി പോലീസുകാർക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഞാനിപ്പം മാവോയിസ്റ്റ് ബന്ധത്തിൽപ്പെട്ടിട്ടാണ് ഇവിടെ നിന്നൊരു പ്രവർത്തിക്കുന്നത് എന്നുള്ള പറയുന്നത് അങ്ങനെ ഒരു എത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ബന്ധമാണ് എനിക്ക് എല്ലാവരും ഉണ്ട്. CPM എല്ലാം BJP-കാരുണ്ട്. ഇവിടെ ഇല്ലാത്തൊരു പാർട്ടിയാണ് BSP-കാർ വരെ വന്നിട്ട് എനിക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംശയങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് വരെ. ഇന്നും വിളിച്ചു മന്ത്രി ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ടത് ഓരും കുറേ എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട്. ഇല്ലയെന്ന് പറയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്, എനിക്ക് തരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. പറയണമെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ വീട്ടിൽ വന്നിട്ട് മാവോയിസ്റ്റുകാർ രാത്രി എനിക്ക് ക്ലാസ് എടുത്ത് പോവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ അന്വേഷണത്തിൽ ഞങ്ങളിതിൽ അത് കൽപ്പറ്റ പോലീസിന് അന്വേഷണ ചുമതലയല്ല, കോഴിക്കോട് സിറ്റി കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. എന്നിട്ട് അവർ പറയാണ് കൽപ്പറ്റ പോലീസിന് വന്നിട്ട് ഒന്നില്ല ഞങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇന്ന ആൾക്കാർ ഞങ്ങൾക്ക് പരാതി വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് അന്വേഷിക്കാൻ വന്നതെന്ന് പറയണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓൾറെഡി വരിക, അന്വേഷിച്ചിട്ട് പിന്നെ പുറത്ത് പോയി പറയാം, നമ്മോട് പറയണം അതിങ്ങനെ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയണം. അതുവരെ വന്ന് പറഞ്ഞിട്ടില്ല അവർ. MG സർവകലാശാല മുൻ PVC ഡോക്ടർ ഷീന ഷുക്കൂറിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതെന്ന് പരാതി. ഡോക്ടറേറ്റോ PG ബിരുദമോ ഇല്ലാത്ത മുൻ ജസ്റ്റിസ് ഷീന ഷുക്കൂറിനെ ഗൈഡ് ചെയ്തത് ചട്ടവിരുദ്ധമെന്നും ആരോപണമുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് പരാതി നൽകി. UDF സർക്കാരിന്റെ കാലത്ത് MG സർവകലാശാല പ്രോ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ട ഷീന ഷുക്കൂർ നിലവിൽ കണ്ണൂർ സർവകലാശാല നിയമപഠന വകുപ്പ് മേധാവിയാണ്. UGC അംഗീകരിച്ച ടേണിംഗ്ടൺ സോഫ്റ്റ്വെയറിൽ പരിശോധിച്ചപ്പോൾ 60% കോപ്പിയടി നടന്നതായി കണ്ടെത്തിയെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മുസ്ലിം കുടുംബ നിയമത്തിന്റെ സാധുതയും പ്രയോഗവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഷീനയുടെ ഗവേഷണ പ്രബന്ധം. എന്നാൽ പ്രബന്ധത്തിന്റെ 4ാം ചാപ്റ്ററിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ K. ശ്രീധര വാര്യർ 1969 പ്രസിദ്ധീകരിച്ച മരുമക്കത്തായം അലൈഡ് സിസ്റ്റം ഓഫ് ലോ എന്ന ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ അപ്പാടെ പകർത്തിയതായി പരാതിയിൽ പറയുന്നു. കോപ്പിയടിയിലൂടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കി PhD നേടുന്നത് ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർ പോലും കോപ്പിയടിയിലൂടെ PhD നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സത്യം. ഇപ്പോൾ ഷീന ഷുക്കൂറിന്റെ PhD തീസിസ് 60% പ്ലാജിയറിസം ഉണ്ടെന്ന് UGC അംഗീകരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ചെക്കിങ്ങിലൂടെയും അതല്ലാതെ മാനുവലായിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാട് അംബേദ്കർ സർവകലാശാല ഷീന ഷുക്കൂറിന് 2009 PhD നൽകി. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് അബ്ദുൽ ഗഫൂറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഗവേഷണം. ഡോക്ടറേറ്റോ PG ബിരുദമോ ഇല്ലാത്ത ജസ്റ്റിസ് ഗഫൂർ എങ്ങനെ ഷീനയുടെ ഗൈഡായി എന്ന ചോദ്യവും പരാതിക്കാർ ഉന്നയിക്കുന്നു. സർവകലാശാല തലത്തിൽ ശക്തമായ ചെക്കിംഗ് ഉണ്ടാവുകയും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ അവാർഡ് ചെയ്തിട്ടുള്ള PhD തീസിസ് പ്ലാജിയറിസം ചെക്കിംഗ് കർശനമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നിവേദനം നൽകി. പ്രബന്ധം വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർക്ക് നിവേദനം നൽകിയത്. നിയമപഠന വകുപ്പ് മേധാവി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്കും പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരും അവരുടെ വിദ്യാർത്ഥികളും വീണ്ടും കലാലയ അന്തരീക്ഷത്തിൽ ഒത്തുകൂടി. മുൻകാലാധ്യാപന ശൈലി പുനരാവിഷ്കരിക്കുന്ന ചടങ്ങാണ് പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ക്ലാസിൽ മന്ത്രിയും മുൻ മന്ത്രിമാരും വിദ്യാർത്ഥികളായി. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഡോക്യുമെന്ററി ചിത്രീകരണം. ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടത്തക്കോണമായ രീതിയിൽ വളർത്തിയെടുത്തത് ആരാണ് എന്ന് പറയാം.
യൂണിവേഴ്സിറ്റി കോളേജിലെ 550ാമത്തെ ക്ലാസ് മുറിയിൽ ആ അധ്യാപകന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. കാറൽ മാക്സും സോവിയറ്റ് യൂണിയനുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ. My heart leaps up when I behold the rainbow in the sky. അതുപോലെ എന്നെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ M.A. ഉമ്മനാണ് വീണ്ടും അധ്യാപക കുപ്പായം അണിഞ്ഞത്. ക്ലാസ് റൂമിലെ കസേരയിലിരുന്ന് ബ്ലാക്ക് ബോർഡിന് മുന്നിൽ ഉമ്മൻ സാർ അധ്യാപകനായപ്പോൾ മന്ത്രിയും മുൻ മന്ത്രിമാരുമൊക്കെ അച്ചടക്കമുള്ള കുട്ടികളായി. ഇതേ നോബൽ പ്രൈസ് ഇക്കണോമിക്സ് ബോട്ടണിക്കാരൻ ആരെങ്കിലും ആദ്യത്തെ ചാപ്റ്റർ ഇക്കണോമിക്സ് ആണെന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. സുവോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ഉമ്മൻ സാർ ആ പഴയ അധ്യാപകനായി മാറി. ഒടുവിൽ മുൻബെഞ്ചിലിരുന്ന മന്ത്രിയോടായി ചോദ്യം. മാഷിന്റെ ചോദ്യത്തിന് പകച്ചു നിൽക്കാതെ മന്ത്രിയുടെ മറുപടി. പക്ഷേ പാഠപുസ്തകത്തിലെ സാമ്പത്തിക ശാസ്ത്രവും ജീവിതത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ ബന്ധമില്ലെന്ന് മാഷിന്റെ മറുപടി. ഉമ്മൻ സാറിന്റെ ക്ലാസ് പുതിയ തലമുറയ്ക്കും പുത്തൻ അനുഭവമായിരുന്നു. പരീക്ഷ ഉദ്ദേശിച്ച് മാത്രം പുറത്തിറങ്ങുന്ന ഗൈഡുകൾ നോക്കി പഠിച്ച് പരീക്ഷ എഴുതി റാങ്കുകൾ വാങ്ങി അല്ലെങ്കിൽ നല്ല മാർക്കുകൾ വാങ്ങി പുറത്തിറങ്ങുന്ന അഭിനവ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഞങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ABCD പോലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നും സാമ്പത്തിക ശാസ്ത്രം എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക വളരെയധികം മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു. പ്രചോദനത്തിന്റെ പ്രവാചകർ എന്ന പേരിലാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലെ ബുക്ക് മാർക്ക് തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി ഡോക്യുമെന്ററി ആക്കുന്നത്. ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഒത്തിരി പ്രതിഭാധനന്മാരായ വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞുപോയി. അവരുടെ ക്ലാസ്സുകൾ എന്തായിരുന്നു എന്ന് പുതിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കാണാനൊരവസരം കിട്ടാതെ പോയി. അതൊരു വലിയൊരു നഷ്ടമാണ്. ആ ഒരു നഷ്ടം നമുക്കുണ്ടെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ ആളുകളെയെല്ലാം അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് ആ ക്ലാസ് അത് റെക്കോർഡ് ചെയ്ത് നമുക്കത് ഡോക്യുമെന്റ് ചെയ്ത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. സാംസ്കാരിക വകുപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് കലാലയങ്ങളിലും പ്രമുഖർ ക്ലാസുകൾ നയിക്കും. വിദ്യാർത്ഥികളെ കാലാകാലങ്ങളിൽ പ്രചോദിപ്പിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രീകരിച്ച് ഡോക്യുമെന്ററി രൂപത്തിലാക്കി കൈമാറുക എന്നതാണ് ഈ പദ്ധതിയുടെ ചുരുക്കം. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. H3N2 വൈറസ് മൂലമുണ്ടായ ഇൻഫ്ലുവൻസ ബാധിച്ചുള്ള മരണങ്ങൾ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിലാണ് ഓരോരുത്തർ വീതം മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി സരുൺ എ. ജോസ് ചേരുന്നു. സരുൺ, എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ് വാർത്ത? വിശദാംശങ്ങൾ. അശ്വതി, കോവിഡിന് സമാന ലക്ഷണങ്ങളുള്ള H3N2 രാജ്യത്ത് വൈറസ് ബാധ രാജ്യത്ത് കൂടുകയാണ്. ആദ്യമായി ഈ H3N2 വൈറസ് മൂലമുണ്ടായ മരണങ്ങൾ രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹരിയാനയിലും കർണാടകയിലും ഓരോരുത്തർ മരിച്ചത് അത് ഈ വൈറസ് മൂലമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. കർണാടകയിലെ ഹാസനിലാണ് ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെ 90 പേർക്ക് H3N2 വൈറസ് ബാധയുണ്ടായെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. H1N1 വൈറസ് ബാധയുടെ 8 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹോങ്കോങ് ഫ്ലൂ എന്നാണ് H3N2 അറിയപ്പെടുന്നത്. കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് ഈ വൈറസ് ബാധയ്ക്കുമുള്ളത്. കോവിഡിൽ ഭീഷണിയിൽ നിന്ന് ലോകം മുക്തമായി വരുമ്പോഴാണ് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസ പടരുന്നത് എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. മാർച്ച് അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമോ ചൂട് കൂടുമ്പോൾ ഈ വഴിയുള്ള രോഗബാധ കുറഞ്ഞേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അശ്വതി. ശരി സർ. ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ അന്യമാണ്. പക്ഷേ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരു തീവണ്ടി എഞ്ചിൻ ഇവിടുണ്ട്. 1956 നിർമ്മിച്ച ഇടുക്കിയുടെ ചരിത്രത്തോട് തൊട്ടു നിൽക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ. തേക്കടിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ എത്തിച്ചിരിക്കുന്ന ആ തീവണ്ടി എഞ്ചിൻ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം. വ്യാവസായിക ആവശ്യത്തിനായി 1956 നിർമ്മിച്ച തീവണ്ടി എഞ്ചിനാണിത്. ബാംഗ്ലൂരിൽ നിർമ്മിച്ച എഞ്ചിൻ 1982 KSEB വാങ്ങി. ശേഷം ഇടുക്കിയുടെ ചരിത്രത്തിലേക്കും ഈ ഡീസൽ എഞ്ചിൻ ചൂളം വിളിച്ചു.
ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകളുടെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനാണ് എഞ്ചിൻ നിർണായക പങ്കുവഹിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ അങ്കമാലി ഡിപ്പോയിലേക്ക് നിർമ്മാണ സാമഗ്രികളും കൽക്കരികളും കൊണ്ടുപോകുന്നതിനായി പിന്നീട് ഈ എഞ്ചിൻ ഉപയോഗിച്ചു. 2015 പതിറ്റാണ്ടുകൾ നീണ്ട എഞ്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനുശേഷമാണ് EVN ഗ്രൂപ്പ് ഇത് വാങ്ങി റിസോർട്ടിലെത്തിച്ചത്. KSEBയുടെ ഉടമസ്ഥരുണ്ടാക്കിയ മിഷൻ 2015 ഡീകമ്മീഷൻ ചെയ്ത ശേഷം കോതമംഗലം ആസ്ഥാനമായിട്ട് EVN ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോസ് മാത്യു വാങ്ങുകയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ മിഷൻ നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള തേക്കടിയിലെ സ്റ്റെർലിംഗ് റിസോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് പ്രധാനമായിട്ടും നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കാണുവാനും വിനോദസഞ്ചാരികൾ കൂടാതെ നമ്മുടെ പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരങ്ങളും ഫോട്ടോ എടുക്കുകയും മിഷനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വളരെ കുറച്ച് വ്യവസായ എഞ്ചിനുകളിൽ ഒന്നാണിത്. ഗിയറോട് കൂടിയ ഹൈഡ്രോളിക് ട്രാൻസ്മിഷനാണ് പ്രത്യേകത. ട്രെയിൻ എഞ്ചിൻ കാണാൻ റിസോർട്ടിൽ സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ നിരവധി പേരും എത്തുന്നു. ന്യൂസ് 18 ഇടുക്കി.